ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരിൽ പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ വിശാഖം തിരുനാളിനെ കുറിച്ചിട്ടാണ്. അതാണ് വിശാഖം തിരുനാൾ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റ് പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വിശാഖം തിരുനാൾ. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ. 1880 to 1885 കാലഘട്ടം. ഓക്കെ ആണല്ലോ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ രാജാവാണ് ആര്? വിശാഖം തിരുനാൾ. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 1884 തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ച സമയത്തെ ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. ഒന്ന് നോക്കിയത്, 1884 തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ച സമയത്തെ ഭരണാധികാരിയാണ് ആര്? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് 1883 വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. ഓക്കെ, ഭരണകാലത്താണ്. അപ്പോൾ എന്നിട്ട് നോക്കിക്കേ, 1884 തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ച സമയത്തെ ഭരണാധികാരിയാണ് ആര്? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് 1883 വിശാഖം തിരുനാളിൻ്റെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരിയാണ് ആര്? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരിയാണ് ആര്? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ട് ആരായിരുന്നു? ഒലിവർ എച്ച് ബെൻസ്ലിയാണ്. തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ട് ആരായിരുന്നു? ഒലിവർ എച്ച് ബെൻസ്ലി. കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ആര്? വിശാഖം തിരുനാൾ. കൃഷിയിലും പിന്നെ അതുപോലെ തന്നെ എന്താണ്, സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് ആര്? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി വിശാഖം തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. അടുത്തത്, ഇനി തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരി, അതും വിശാഖം തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1887. തിരുവിതാംകൂറിൽ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1887. തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 5 ആണ്. തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? രാമചന്ദ്ര അയ്യറാണ്. തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് രാമചന്ദ്ര അയ്യർ. അപ്പോൾ തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1887. തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 5 ആണ്. തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ആര്? രാമചന്ദ്ര അയ്യർ. വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനം ഏതാണ്? അത് ആ പേരിൽ തന്നെയുണ്ട്, ശ്രീ വിശാഖമാണ്. വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനം ഏതാണ്? ശ്രീ വിശാഖം. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമ അനുമതി നൽകിയ തിരുവിതാംകൂർ മഹാരാജാവാരാണ്? വിശാഖം തിരുനാൾ. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? വിശാഖം തിരുനാൾ. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചെറിയ വസ്തുതകൾ നമുക്ക് നോക്കാം. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന് എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. എന്താ വിശേഷിപ്പിച്ച? മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനില്ലേ എൻ്റെ ഹൃദയം രക്തം കൊണ്ടാണ് എഴുതുന്നതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ആര്? വിശാഖം തിരുനാൾ.
സ്റ്റേറ്റ്സ്മാൻ, കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയ മഹാരാജാവ്. ഇതിലൊക്കെയായിരുന്നു സ്റ്റേറ്റ്സ്മാൻ, കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രങ്ങളിൽ എന്തെഴുതി? ലേഖനങ്ങൾ എഴുതിയ മഹാരാജാവാണ് ആര്? വിശാഖം തിരുനാൾ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ദ ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനഫിറ്റ് ഓഫ് പീസ്, ദ ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനഫിറ്റ് ഓഫ് പീസ്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ, ഒബ്സർവേഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഇത്രയുമാണ് വിശാഖം തിരുനാളിനെ കുറിച്ച് നമുക്ക് പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹം 1880-85 പണ്ഡിതൻ എന്ന നിലയിൽ ശ്രേഷ്ഠനാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ, പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അല്ലേ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പരീക്ഷയ്ക്ക് അടുക്കാറായി, ഒന്നും മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ.